ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ് Node.js ഡെവലപ്മെന്റ് ട്യൂട്ടോറിയലിന്റെ ഫിഫ്ത് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പറഞ്ഞാൽ നോഡ്മോൻ ആണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടപ്പോൾ കുറച്ച് പേര് കൺഫ്യൂസിംഗ് ആയിട്ടുണ്ടാവും. കുറച്ച് റീഫ്രഷിങ്ങും കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ പോലെ വരുന്നു. അത് കുറച്ച് സ്മൂത്ത് ആയി പോകാൻ വേണ്ടിയിട്ടാണ് നോഡ്മോൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോഡ്മോൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ആദ്യം പറയുന്നത്. അപ്പോൾ അത് NPM ടൂളും കൂടിയാണ്. അതപ്പോൾ NPM എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, നിങ്ങൾക്ക് ഗ്ലോബലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്താണെന്ന് വെച്ചാൽ NPM നോഡ്മോൻ എന്ന് ജസ്റ്റ് ബ്രൗസ് ചെയ്യാം. അപ്പോൾ നോഡ്മോൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ NPMന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോഡ്മോന്റെ ഇതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അവിടെ ജസ്റ്റ് അവർ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളിത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ് NPM ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ. അപ്പോൾ അന്ന് ഇതിൻ്റെ സിസ്റ്റം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്, പക്ഷേ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വീണ്ടും ഈ ഒരു കമന്റ് യൂസ് ചെയ്തുകൊണ്ട് ഇഷ്യൂ ഇല്ല. പിന്നെ ജസ്റ്റ് ആ കമന്റ് തന്നെ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ VS കോഡിൽ ഞാൻ ഇവിടുന്ന് പേസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ലോക്കലായിട്ടല്ല ഇൻസ്റ്റാൾ ആവുക, ഗ്ലോബലായിട്ടാണ് ഇൻസ്റ്റാൾ ആവുക. അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നോഡ്മോന്. ഇനി നമുക്ക് നോഡ്മോൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് എങ്ങനെയാണ് റൺ ചെയ്തിരുന്നത്, നോഡ് app.js എന്ന് പറഞ്ഞിട്ടാണ് റൺ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതുപോലെ തന്നെ റൺ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ജസ്റ്റ് ബ്രൗസറിൽ ഒന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നോഡ്മോനിൽ വരുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രൗസറിൽ ജസ്റ്റ് വീണ്ടും ലോക്കൽ ഹോസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ റൺ ചെയ്ത പോർട്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ Node.js സ്പോർട്ടിക്സ് Node.js ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നോഡ്മോൻ ഇല്ലാണ്ട് യൂസ് ചെയ്ത് നോക്കുകയാണ്. നോഡ്മോൻ ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ സ്പോർട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് ട്യൂട്ടോറിയൽ മലയാളം എന്നും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ മലയാളം എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബ്രൗസറിൽ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നോക്കണം. ഞാൻ ഇവിടെ സേവ് ചെയ്യണം. Ctrl+S എടുത്തിട്ട് സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊന്നുമില്ല, ടെർമിനൽ റണ്ണിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബ്രൗസറിൽ ഞാൻ വന്നിട്ട് ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. റീഫ്രഷ് ചെയ്യുമ്പോൾ എനിക്ക് Node.js ട്യൂട്ടോറിയൽ മലയാളം എന്നുള്ളതല്ല എനിക്ക് വരുന്നത്, നമ്മൾ മുമ്പത്തത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്തെങ്കിലും കോഡ് ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യുമ്പോൾ ആ സെയിം സാധനം തന്നെ നമുക്ക് കാണിച്ചു വരില്ല. നമ്മൾ അപ്ഡേറ്റ്സിനനുസരിച്ച് അത് റീഫ്രഷ് ചെയ്യില്ല. അപ്പോൾ റീഫ്രഷിങ്ങിന് വേണ്ടിയിട്ടാണ് നോഡ്മോൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോഡ്മോൻ വെച്ചിട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ടെർമിനലിൽ വന്നിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യണം മുമ്പത്തെ. ഞാൻ നോഡ്മോൻ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോഡ്മോൻ എന്ന് പറഞ്ഞ കമന്റ് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോഡ്മോൻ സ്പേസ് ഇട്ടിട്ട് ഏത് ഫയൽ നെയിം വെച്ചാൽ അത് മെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ അത് ജസ്റ്റ് മെൻഷൻ ചെയ്യാണ്ട് നോഡ്മോൻ എന്ന് തന്നെ എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നോഡ്മോൻ്റെ കമന്റ്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. നോഡ്മോൻ ഏത് വേർഷനാണ് അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നോഡ് app.js നമ്മളിവിടെ കൊടുത്ത കമന്റ് ആണ് ഇവിടെ ഇപ്പോൾ അവർ എഴുതുന്നത്. അപ്പോൾ ഓൾറെഡി അത് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഓൾറെഡി പുതിയ റീസ്റ്റാർട്ടിങ് പോലെയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുകയാണ്. റീഫ്രഷ് ചെയ്യുമ്പോൾ മലയാളം എന്നുള്ളതെല്ലാം വന്നിട്ടുണ്ട്. ഞാനിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മലയാളം എന്നുള്ളത് കൊടുത്തു. ഞാൻ വീഡിയോയുടെ പാർട്ട് 5 എന്നുള്ളത് കൂടി കൊടുക്കുകയാണ്. പാർട്ട് 5 ആണ്. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ പേരുള്ള സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ഞാൻ Ctrl+S അമർത്തണം. ഇവിടെ S അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോഡ്മോൻ റീസ്റ്റാർട്ടിങ് ഡ്യൂ ടു ചേഞ്ചസ് ഇവിടെ ഫയലിൽ വന്നുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഈ ചേഞ്ച് ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രൗസറിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്യുമ്പോൾ കണ്ടോ നമ്മൾ ആ ചെയ്ത ചേഞ്ചസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നോഡ്മോൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യണം സെർവറിൽ. സ്റ്റോപ്പ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡെവലപ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ നോഡ്മോൻ യൂസ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഈ സീരീസിൽ ഫുൾ ത്രൂ ഔട്ട് വീഡിയോസിൽ നമ്മൾ നോഡ്മോൻ തന്നെ ആയിരിക്കും ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നോഡ് app.js അങ്ങനത്തെ കമന്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നതായിരിക്കില്ല. അപ്പോൾ ഇത് നോഡ്മോൻ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരുന്നിരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകളോ അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോയിൽ. അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലാകുന്നതായിരിക്കുന്നു.